ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ മീൻ ഫാൻസിന് വേണ്ടി ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മീൻ കഴിക്കുന്ന ആരും ഒരിക്കൽ കഴിച്ചാൽ കൊതിയോടെ ഓർക്കുന്ന ഒരു അടാർ ഐറ്റമാണ് നമ്മുടെ മീൻ പൊള്ളിച്ചത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. നമ്മുടെ ഈ മീൻ പൊള്ളിച്ചതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി 3 അയില മീൻ ഞാൻ നന്നായിട്ട് കഴുകി വരഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സവാള, ഒരു വലിയ സവാളയും ഒരു 20 ചെറിയ ഉള്ളി നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ വേണം, മല്ലിപ്പൊടി വേണം, കുറച്ച് ഉലുവാപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് പുളിവെള്ളം, ഒരു നെല്ലിക്ക വലിപ്പത്തിന്, ഒരു ടൊമാറ്റോ സ്ലൈസ് ചെയ്തത്, ആവശ്യത്തിന് കറിവേപ്പില, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു 4-5 വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക് അരിഞ്ഞത്. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഈ ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് ഞാൻ 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പും, അതുപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1 ടീസ്പൂൺ പുളിവെള്ളവും ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് മിക്സ് ചെയ്ത് ഞാനൊരു അരമണിക്കൂർ ഫ്രിഡ്ജിലോട്ട് വയ്ക്കുന്നുണ്ട്. ഈ മീനെ നന്നായിട്ടൊന്ന് മസാല പിടിച്ച് വരണം. നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. മീൻ അവിടെ ഫ്രിഡ്ജിലിരിക്കട്ടെ. നമുക്കിനി ഇതിൻ്റെ മസാല ഒന്ന് റെഡിയാക്കാം. അതിന് വേണ്ടി ഞാൻ 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പാനിൽ. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളിയും സവാളയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇതിന് ചെറിയ ഉള്ളി മസ്റ്റായിട്ട് നിങ്ങൾ ഇടണം, അത് സ്കിപ്പ് ചെയ്യാതെ ചെയ്യണേ. എന്നിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്യാം. ചെറുതായിട്ട് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് ടൊമാറ്റോ അരിഞ്ഞതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റുക. എന്നിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ വീണ്ടും ചില്ലി പൗഡർ ആഡ് ചെയ്യാം. അതുപോലെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഉലുവാപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത്രയുമാണ് ഇതിൻ്റെ മസാലക്കൂട്ട്. നമ്മുടെ മസാല നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിനി 1 ടീസ്പൂൺ പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂണോ 2 ടീസ്പൂണോ നിങ്ങളുടെ ഇഷ്ടത്തിന്. എന്നിട്ട് നമുക്കിത് ഇറക്കി വയ്ക്കാം. പുളിവെള്ളത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ലെമൺ ജ്യൂസും ചേർക്കാം കേട്ടോ. നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ആ ഫിഷ് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അത് കോക്കനട്ട് ഓയിൽ തന്നെ നിങ്ങൾ ഉപയോഗിക്കുക. ഒരുപാടൊന്നും വേണ്ട, ഒരു 2 ടേബിൾ സ്പൂൺ മതിയാകും. നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യണ്ട, എന്നാൽ തീരെ വേഗാതെയും ഇരിക്കണ്ട. ഫിഷ് ഏകദേശം ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട, നിങ്ങൾ നോക്കിക്കോളൂ. ഇങ്ങനെ മതി, ഇതുപോലെ. നിങ്ങൾക്കിപ്പോൾ അയല മീനിന് പകരം ആവോലിയോ കരിമീനോ കിട്ടുമ്പോഴും സെയിം പ്രോസസ്സ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫിഷ് ഇവിടെ ഏകദേശം ആയി വരുന്നുണ്ട്. നമുക്കിനി ഒരു പ്ലേറ്റിലോട്ട് ഇത് മാറ്റാം. നമ്മുടെ മീൻ വറുത്തതും മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു ഇല എടുത്തിട്ട് നമുക്കിനി അതിനെ ഒന്ന് സെറ്റ് ചെയ്യണം. വാട്ടിയ ഇല തന്നെ എടുക്കുക. ഇത്തിരി വലുപ്പത്തിൽ നമുക്ക് എടുക്കാം. ഇതുപോലെ ചെയ്യാം. 1 ടീസ്പൂണോളം നമുക്ക് മസാല ആദ്യം ഒന്ന് നിരത്തിയിട്ട് നമുക്ക് ആ ഫിഷ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ ഫിഷിൻ്റെ മീതെ നമുക്ക് വീണ്ടും മസാല ആഡ് ചെയ്യാം. അതിൽ മുഴുവനും നന്നായിട്ട് പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യണം. മീനിൽ നന്നായിട്ട് ഞാൻ മസാലയൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇല ഒന്ന് കീറാതെ മീൻ പൊടിഞ്ഞു പോകാതെ കവർ ചെയ്യണം. ഒരു വാഴ നാരിട്ട് വേണം നമുക്കിതൊന്ന് കെട്ടാനായിട്ട്. ഇതുപോലെ ചെയ്യുക. ഇല നന്നായിട്ട് കവർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പെർഫെക്ഷനിൽ ഇത് കിട്ടില്ല.
ഇതുപോലെ നാരിട്ട് നന്നായിട്ട് കെട്ടുക. ഇങ്ങനെ നമുക്ക് ഓരോ മീനും ഫുൾ മസാലയൊക്കെ തേച്ച് കവർ ചെയ്തെടുക്കാം. എല്ലാ മീനും ഞാനിവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിനി ഒന്ന് പൊള്ളിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിൽ നമുക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ബ്രഷ് ചെയ്താൽ മതിയാകും, ഒരുപാട് ഓയിലൊന്നും വേണ്ട. എന്നിട്ട് നമുക്ക് ആ മീനെ അതിലോട്ട് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 2 എണ്ണം മാത്രമേ വെക്കുന്നുള്ളൂ, അതിനുള്ള സ്പേസേ ഉള്ളൂ. ഇനി നമുക്കൊരു 9-10 മിനിറ്റോളം ചെറിയ തീയിൽ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഫ്ലെയിം കൂട്ടരുത്. ഒരു 9 മിനിറ്റ് ആകുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ കിട്ടും. ഫ്ലെയിം കൂട്ടി വെക്കരുതേ, എന്നാൽ ഇല കരിഞ്ഞു പോകും. അപ്പുറത്തെ സൈഡും നമ്മൾ 9 മിനിറ്റ് തന്നെ എടുത്ത് വേവിക്കാൻ ശ്രമിക്കുക. ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് ഒരു 20 മിനിറ്റോളം വേണ്ടി വന്നു. അത്രയും നിങ്ങൾ ശ്രദ്ധിക്കണം. ഫ്ലെയിം കുറച്ച് തന്നെ വെക്കണം. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ കൊതിയൂറുന്ന മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് ഒരു പെർഫെക്റ്റ് പെയറായിട്ട് ഞാനിവിടെ കപ്പ തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. പുഴുങ്ങിയ കപ്പയാണ്. അത് തന്നെയാണ് ഇതിന് ഏറ്റവും നല്ല കോമ്പിനേഷൻ. നോക്കൂ, അത് കാണാൻ എത്ര ഭംഗിയുണ്ടോ, കഴിക്കാൻ അതിനേക്കാൾ രസവും ആണ്. ഇനി മീൻ കിട്ടുമ്പോൾ ഇതുപോലെ നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് എനിക്ക് ഷെയർ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇനിയും ഒത്തിരി വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ.